വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമാണ്. അപ്പം ഇന്നിപ്പോൾ ദാ ഞങ്ങൾ എണ്ണീറ്റതേ ഉള്ളൂ. സമയം 2:30 ഗൈസ്. അപ്പോൾ ഇന്നലെ കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ കിടന്നത്. ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ലേറ്റായി. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ഫുഡ് കഴിച്ചത് പിടിക്കാതെ ഞാൻ ഒരുപാട് വോമിറ്റൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോഴേക്കും 6 മണി എന്തോ കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ ഇപ്പം എണ്ണീറ്റതേ ഉള്ളൂ. പിന്നെ എണ്ണീറ്റപ്പോൾ തന്നെ ഐത്തോട്ട് ഇന്നൊരു ഡേ ഇൻ ദ ലൈഫ് എടുക്കാമെന്ന്. ബാംഗ്ലൂരിലുള്ള ഒരു ഡേ ഇൻ ദ ലൈഫ് ചെയ്യുമെന്ന് ഞാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐത്തോട്ട് ഒരു റോ അൺഎഡിറ്റഡ് അൺഫിൽറ്റേഡ് വേർഷൻ കാണിച്ചു തരാമെന്ന്. ഇവിടെ വീടൊക്കെ ആകെ അലങ്കോലാണ് ഗൈസ്. അപ്പം അതൊക്കെ അതുപോലെ കാണിച്ചു തരാൻ വിചാരിച്ചു. കാരണം എപ്പോഴും മറ്റേ ഒരു പെർഫെക്റ്റ് ഇമേജ് മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ ദ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമുക്ക് അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നും ഇല്ല. നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. സോ ചിലപ്പോൾ അവരെ കാണാൻ പോകും. അതുപോലെ എൻ്റെ കോളേജ് ബെസ്റ്റ് ഫ്രണ്ട് ബാംഗ്ലൂരുണ്ട്. അപ്പം ഐ വോണ്ട് ടു ഗോ സീ ഹെർ. അവളെ കാണണം, അവളുടെ വീട്ടിലൊന്ന് പോകണം. നടക്കുമെന്ന് അറിയില്ല, അതിനുള്ള സമയം കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ പോകണം. പിന്നെ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പം അമ്മ ഇല്ലാത്ത ആദ്യത്തെ ബർത്ത്ഡേ ആണ്. ഞാൻ വിചാരിച്ചു ഞാനും മനുവും കൂടെ മിക്കവാറും എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ടെമ്പിളിൽ എല്ലാം പോയി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ. അപ്പം അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. പിന്നെ ഇന്ന് മദേഴ്സ് ഡേയും കൂടെയാണ്. മദേഴ്സ് ഡേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് ചിത്തിക്കും വിദ്യാൻ്റിക്കും ഇൻസ്റ്റാമാർട്ട് വഴി ഗിഫ്റ്റ് അയച്ചായിരുന്നു. താങ്ക് യു ചിക്കു, താങ്ക് യു കുഞ്ഞാവേ. എന്റെ ക്ലെൻസർ സത്യമായിട്ട് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. താങ്ക് യു. ലക്സ് പെർഫ്യൂം സെറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. Fancy. Look at that. Oh, wow. പുതിയ 2 ഫ്ലേവർ കേട്ടോ. എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഈ പുതിയ 2 ഫ്ലേവറിനെ പറ്റി. വാനില കാരമലും എനിക്കറിയാം. ഇത് ഏതാണ്? Tulips don't lie. എടുക്കാൻ പറ്റുള്ളൂ. എടുക്കണമെന്ന് താഴെ വേണം പൊട്ടു. എന്റെ ദൈവമേ, കിട്ടില്ല മണം കേട്ടോ. ഇത് Moon Kiss Drama. Oh, for a drama queen like me, I like it. എന്റെ ദൈവമേ, വാനില ഒന്നും അല്ല കേട്ടോ. ഇത് വെച്ച് നോക്കുമ്പോ വാനിലയുടെ മണം നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. പക്ഷെ ഈ സാധനം ഒരു ഇപ്പത്തെ ഏതാ ട്യൂലിപ്പ് സ്റ്റോണിലായി ഒരു ഫ്രൂട്ടി മണവും ഇപ്പത്തെ സ്പ്രേ ചെയ്ത് അതിന് ഒരു കപ്പ് കേക്കിനൊക്കെ മണം കിട്ടിയ. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. അടുത്തില്ലാത്ത ഹാപ്പി മദേഴ്സ് ഡേ. പക്ഷെ ഗിഫ്റ്റ്സ് എനിക്ക് താങ്ക് യു ചിക്കു, താങ്ക് യു കുഞ്ഞാവൻ. ഇൻസ്റ്റാമാർട്ടൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ അവർക്കൊക്കെ ഗിഫ്റ്റ് അയച്ചു കൊടുത്തു. അപ്പം ഇന്ന് അതൊക്കെയാണ് പ്ലാൻ. ഇന്ന് മെയിനായിട്ട് അമ്പലത്തിൽ പോകണം, അച്ഛൻ്റെ അടുത്ത് പോകണം, എൻ്റെ ഫ്രണ്ടിനെ കാണണം, പിന്നെ ഈ വീടൊന്ന് വൃത്തിയാക്കണം. അത്രേ ഉള്ളൂ നമ്മുടെ പ്ലാൻ. അപ്പം കം ഓൺ, ഐ വിൽ ടേക്ക് യു അലോങ്. ആദ്യം നമുക്ക് വീട് വൃത്തിയാക്കലിൽ നിന്ന് തുടങ്ങാം.
എണ്ണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഡേ ഇൻ ദ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോഴേക്കും നമ്മൾ മറ്റേ ഫ്ലാറ്റ് ടൂറിൽ പറഞ്ഞില്ലേ, നമ്മുടെ ബെഡിൻ്റെ സാധനം ഞാൻ അപ്പോഴേക്കും സോഫ ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ വീട് പെട്ടെന്ന് വൃത്തിയാക്കാം. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം ഞാൻ ലിവിങ് റൂം തന്നെയാണ് തുടങ്ങിയത്, കാരണം നമ്മൾ ഇവിടെയല്ലേ കിടന്നുറങ്ങിയത്. അപ്പോൾ എണ്ണീറ്റുടനെ ബെഡ്ഷീറ്റും ഇതുമൊക്കെ മടക്കി വെച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ഓഡ് ഫീലിംഗ് ആണ്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊന്നും ആ ഒരു പൊസിഷനിലായിരുന്നില്ല. എല്ലാത്തിനും എൻ്റെ വീട്ടിലൊരു ഡെസിഗ്നേറ്റഡ് സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ ബീൻ ബാഗ് വരെ ഞാൻ വെക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാണാൻ. അങ്ങനെ ചാർജേഴ്സ് മാറ്റിയിരിക്കുകയായിരുന്നു, ഞാൻ അത് പോയി ശരിയാക്കി. പിന്നെ സ്പീക്കർ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നില്ല ഇരുന്നത്, അപ്പോൾ ഞാൻ അത് മാറ്റി. അങ്ങനെ അല്ലറ ചില്ലറ എല്ലാ സാധനങ്ങളും അടുക്കി പെറുക്കി വെച്ചു. എനിക്കാണെങ്കിൽ ഈ സമയത്തൊക്കെ വിശന്ന് വയറ് കത്തുവാണ് ഗൈസ്. പക്ഷെ എന്തോ ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാണ്. ഈ ഒരു ജോലി ചെയ്യാതെ ഞാൻ എന്നെ ഫുഡ് കഴിക്കാൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ഗോള് വയ്ക്കും. ഇന്ന് എനിക്ക് രാവിലെ എണ്ണീറ്റപ്പോൾ ഉള്ള ഗോളായിരുന്നു വീട് വൃത്തിയാക്കുന്നത്. അപ്പോൾ വീട് വൃത്തിയായി തീരാതെ ഞാൻ ഫുഡ് കഴിക്കില്ല എന്നുള്ളത് എൻ്റെ ഒരു ബ്രെയിൻ കെമിസ്ട്രിയിൽ അങ്ങനെയാണ് പണ്ട് മുതലേ. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ അത് ഫിനിഷ് ചെയ്യാതെ എനിക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു ടെൻഡൻസിയും തോന്നാറില്ല. അടുക്കി പെറുക്കൽ കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് അടിച്ചു വാരലാണ്. ഞങ്ങളുടെ വിൻഡോ ഒരെണ്ണം മാത്രം തുറന്നിടുന്നതുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും പൊടി വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഈ പൊടി മാറ്റാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഹലോ, കിട്ടിയ ചിട്ടി എണ്ണീറ്റാ? ശരി ശരി. യെസ്, അപ്പോൾ കേട്ട പോലെ അതിനിടയ്ക്ക് ആശമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ചിത്തിക്കും വിദ്യാനിക്കും ഇൻസ്റ്റാമാർട്ടിലാണ് നമ്മൾ ഗിഫ്റ്റ് ഓർഡർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അത് വന്നു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഇതാണ് കിച്ചൻ്റെ അവസ്ഥ. ഇന്നലെ നമ്മൾ ഫുഡ് വെച്ചായിരുന്നു. ഇന്നലെ രാത്രി ചോറ് വെച്ചായിരുന്നു. പിന്നെ മനുവിൻ്റെ അടിപൊളി രസം ഉണ്ടായിരുന്നു. മപ്പ ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. ഇന്നലെ രാത്രി എന്നിട്ട് ആർക്കും ഒട്ടും വയ്യാത്തോണ്ട്, ആർക്കും എന്ന് പറഞ്ഞാൽ മനുവിനിരിക്കും വയ്യാത്തോണ്ട് നമ്മൾ പിന്നെ ഒന്നും എടുത്തൊന്നും വെച്ചില്ല. രസം ചീത്തയായിട്ടില്ല, ചോറും കുഴപ്പമില്ല. കാരണം ഇന്നലെ രാത്രിയാണ് വെച്ചത്. അടച്ചു വെച്ചിരുന്നോണ്ട് ചീത്തയൊന്നും ആയിട്ടില്ല. ഞാനിപ്പോൾ എന്തായാലും പാത്രമൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ സത്യം പറഞ്ഞാൽ കിടക്കുന്നത് ഇഷ്ടമല്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ അത്രയും വയ്യാതായിപ്പോയി. അപ്പയാ ഇനി നമുക്ക് അടുക്കള വൃത്തിയാക്കാം. എനിക്ക് വേറൊരു സ്വഭാവം ഉണ്ട് ഗൈസ്. ഈ ഫുഡൊക്കെ വെച്ചിരുന്ന പാത്രം നമ്മൾ യൂഷ്വലി കഴുകുന്നതിന് മുമ്പ് കുറച്ച് നേരം വെള്ളം ഒഴിച്ച് വെക്കുമല്ലോ, എന്നിട്ടല്ലേ കഴുകാറ്. എനിക്ക് ആ പരിപാടി പറ്റില്ല. ഞാൻ എത്ര നേരം എടുത്തായാലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അപ്പം തന്നെ കഴുകും. ഇത്രയും സ്ട്രെയിൻ എടുത്ത് എന്തിനാ ചെയ്യുന്നത്? ഇച്ചിരി നേരം വെയിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് കഴുകിക്കൂടെ ഞാൻ എന്നോട് തന്നെ എപ്പോഴും ചോദിക്കാറുണ്ട്. ബട്ട് എനിക്കെന്തോ ആ പാത്രം അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ അങ്ങ് ഡൈജസ്റ്റ് ആവില്ല. അപ്പം ഞാൻ മെനക്കെട്ട് അപ്പം തന്നെ കഴുകും. ഒരു പാത്രം കഴുകി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ചോറ് പ്രഷർ കുക്കറിലും രസം വലിയൊരു കണ്ടെയ്നറിലുമാണ് ഇരുന്നത്. എടുത്ത് മാറ്റാൻ മറന്നുപോയി. അപ്പം ഞാൻ അത് ചെയ്യാൻ പോയി ചെറിയ കണ്ടെയ്നറിൽ വെച്ചപ്പോഴേക്കും ഈ 2 പാത്രം എം ടി ആയല്ലോ. അപ്പം ഇനി അത് കഴുകണ്ടേ. എസ്പെഷ്യലി ഈ ചോറിൻ്റെ പാത്രമൊക്കെ ഓവർനൈറ്റ് ഇരുന്നത് കൊണ്ട് തന്നെ കഴുകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരം കഴിഞ്ഞിട്ട് കഴുകാമെന്ന്. പക്ഷെ എനിക്ക് എന്തോ അങ്ങ് പറ്റുന്നില്ല. ഇതെനിക്ക് പണ്ട് മുതലേ ഉള്ള ഒരു ട്രെയ്റ്റാണ്. ഇപ്പം ഞാൻ വീട്ടിലെല്ലാവർക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഫുഡ് അവരവരുടെ പ്ലേറ്റിൽ വെക്കും. അപ്പം ഞാൻ ഫുഡ് ഉണ്ടാക്കിയ പാത്രം ഫ്രീ ആവുമല്ലോ. അപ്പം ഞാൻ അത് പോയി കഴുകി വെക്കും. ഞാൻ ഈ കഴുകി വെച്ച് വരുന്ന സമയം കൊണ്ട് ഇവരൊക്കെ ഫുഡ് കഴിച്ച് കഴിയും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ അവർ കഴിച്ച പാത്രം കൂടെ കഴുകി വെക്കും. അങ്ങനെ എല്ലാവരും കഴിച്ച് അവരുടെ പാത്രവും കഴുകി വെച്ചാലേ എനിക്ക് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും. എന്താണ്? അങ്ങനെ ഞാൻ ജോലികളൊക്കെ തീർക്കുന്ന സമയം കൊണ്ട് മനു എണീറ്റ് വന്നു. മനു ജോലി കഴിഞ്ഞ് ഉറക്കമായിരുന്നു, അതാണ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാഞ്ഞ്. പിന്നെ ഞാനും ടയേർഡായി, മനുവിനും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇനി ഉണ്ടാക്കാൻ നിന്നില്ല. ദുനിയാവ് എന്ന് പറഞ്ഞ മടിവാലയിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മൾ അങ്ങോട്ടാണ് പോയത് ഫുഡ് കഴിക്കാൻ.
അപ്പൊ ഇന്ന് പോണം എന്ന് വിചാരിച്ച ഒരു കാര്യവും നടന്നില്ല ഗൈസ്. എനിക്ക് അച്ചുവിനെ കാണാൻ പോകാൻ പറ്റിയില്ല, എന്റെ ഫ്രണ്ടിനെ കാണാൻ പോകാൻ പറ്റിയില്ല, അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ ഇന്നലെ മുതൽ ഞാൻ പറഞ്ഞില്ലേ ഒരു വോമിറ്റിങ്ങിന്റെ പ്രശ്നം, അത് കാരണം ഇന്ന് മൊത്തം ഞാൻ കിടപ്പായിരുന്നു. ഇന്ന് രാവിലെ എണീറ്റപ്പോ എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടായിരുന്നേ, രാവിലെ ഉച്ചയ്ക്ക്. അപ്പൊ ഐ തോട്ട് മാറി കാണുമെന്ന്. എന്നിട്ട് നല്ല വിശന്നിരുന്നുകൊണ്ട് ഞാൻ പോയി ബിരിയാണി കഴിച്ചു. മണ്ടത്തരമായി പോയി. അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഇൻഡൈജഷൻ ആയി, വീണ്ടും വോമിറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ ആയി. ഞാൻ ഇന്ന് ഫുൾ ഡേ കിടപ്പായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന്. പിന്നെന്തായാലും വീട്ടിലൊന്നും ഉണ്ടാക്കാൻ വയ്യാത്തോണ്ട് നമ്മളൊന്ന് പോയി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പം അവരെയും കണ്ട് അവരുടെ കൂടെ ഒരു ചെറിയ ഡിന്നർ, ചിൻലങ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു റെസ്റ്റോ ബാർ ഉണ്ട്, നമ്മൾ അവിടെ പോവാന്ന് വിചാരിച്ചു. ഞാനിപ്പോ എന്തായാലും റെഡി ആവാൻ പോയി. എനിക്ക് ആരോഗ്യമൊന്നും ഇല്ല, പക്ഷെ ഇന്നലെയും ഞാൻ അവരുടെ കൂടെ വെളിയിലൊന്നും പോയില്ല. അപ്പം ഐ സക്ക് ഇറ്റ് അപ്പ് ആൻഡ് ഗോ എന്ന് വിചാരിച്ചു. അപ്പൊ കം ഗെറ്റ് റെഡി വിത്ത് മീ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. ഇതൊരു ഗൗണാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഡിന്നറിനൊക്കെ പോവല്ലേ, അപ്പം ഇച്ചിരി ഒരു ഫാൻസി ആയിട്ട് പോകാമെന്ന്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒട്ടും വയ്യാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഐ ഡ്രസ്സപ്പ്, നല്ലതായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് നല്ലപോലെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇറങ്ങും. അപ്പം കുറച്ചുകൂടെ ഒരു മനസ്സിനൊരു, മനസ്സിലായോ? അപ്പം ഞാൻ വെച്ചു ഡ്രസ്സൊക്കെ ചെയ്ത് ഇച്ചിരി കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടാവുമെന്ന്. ഇതായിരുന്നു ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഞാൻ ഹെയർ സ്റ്റൈല് വീണ്ടും മാറ്റി. ഇത് ആക്ച്വലി 4ാമത്തെ ഹെയർ സ്റ്റൈലാണ് ഞാൻ ട്രൈ ചെയ്തത്. എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങി. ഇങ്ങനത്തെ സമയങ്ങളിൽ ഞാൻ നമ്മുടെ കാർ ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. എനിക്കിങ്ങനെ റെഡി ആയിട്ട് ഓട്ടോയിൽ പോകുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചെത്തി. ഞാൻ ഡ്രസ്സ് മാറ്റി. ഒട്ടും വയ്യ ഗൈസ്. എന്താണ്, ഫുഡ് പോയ്സണിങ് ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീണ്ടും ഫുൾ പ്രശ്നമായി. ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ കിടക്കാൻ പോവാണ്. നാളെ കുറച്ച് പ്ലാൻസ് ഉണ്ട്, അതെങ്കിലും നടക്കണമെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ പോയി സമയത്ത് കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കണം. അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ കിടക്കാൻ പോവാ. ഞാൻ ദേ മരുന്ന് കുടിച്ചിട്ട് ഐ എം ഗോയിങ് ടു സ്ലീപ്പ്. ഇന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷകളിലാണ് ഈ വീക്ക്ലി വ്ളോഗ് തുടങ്ങിയത്, ഡെയിലി വ്ളോഗ് തുടങ്ങിയത്. ഇത് ഞാൻ പോസ്റ്റ് ചെയ്യോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല, കാരണം ഇത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയില്ല. നാളെ ഞാൻ നോക്കട്ടെ. നാളത്തെ ദിവസം കുറച്ചുകൂടെ എന്റർടൈനിങ് ആണെങ്കിൽ ഞാൻ അതിടാം. അല്ല വേണ്ട, ഇത് തന്നെ പോസ്റ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ലൈഫിൽ എല്ലാ ദിവസവും ഹാപ്പനിങ് അല്ലല്ലോ, എപ്പോഴെങ്കിലും മറ്റേ ഡൾ ബോർ ദിവസങ്ങളും ഉണ്ടാവുമല്ലോ. ബാംഗ്ലൂർ വന്നാൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ തന്നെയാണ്. മനുവും ഞാനും വെളിയിൽ പോവും, നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിങ്ങിനൊക്കെ പോവും. അല്ലാതെ നമുക്ക് വേറെ അങ്ങനെ ഇവിടെ പ്രത്യേകിച്ച് എന്റർടൈൻമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ വീട്ടിലാവുമ്പം ഡോഗ്സ് ഉണ്ട്, അതുപോലെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ ഒക്യുപ്പൈഡ് ആയിരിക്കും. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇവന്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊരു ബോർ വീഡിയോ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷെ എന്നാലും ദിസ് വാസ് എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ see you guys in the next one. Bye bye.